ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഈശോയുടെ മനുഷ്യാവതാരത്തിൻ്റെ 2025 ജൂബിലി ആഘോഷിക്കുന്ന ഈ വർഷത്തെ ക്രിസ്മസ് വളരെയേറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ക്രിസ്മസാണ്. ഈശോയുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച്, ജനനത്തെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന സുവിശേഷ ഭാഗങ്ങൾ ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷവും അതുപോലെ തന്നെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷവുമാണ് ഈശോയുടെ ജനനത്തെക്കുറിച്ച് വളരെ മനോഹരമായിട്ട് പ്രതിപാദിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വളരെ ചുരുക്കമായിട്ടാണ് ഈശോയുടെ ജനനത്തെക്കുറിച്ച് പ്രതിപാദിക്കുക. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യം വളരെയേറെ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു വാക്യമാണ്. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. എന്താണ് ഈ വചനം? യോഹന്നാൻ്റെ സുവിശേഷം ആരംഭത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടൊപ്പമായിരുന്നു, വചനം ദൈവമായിരുന്നു. അതെ, വചനം ദൈവമാണ്. വചനമായ ദൈവം പരിശുദ്ധ അമ്മയുടെ ഉള്ളിലേക്ക് കടന്ന് മാംസം ധരിക്കുന്നത് നമ്മുടെ സഭാപിതാക്കന്മാരുടെ പുസ്തകങ്ങളിൽ വായിക്കുവാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് സെൻറ്റ് എഫ്രൈം ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. വചനം കേൾക്കുവാനായിട്ടുള്ളതാണ്. ആ വചനം പരിശുദ്ധ അമ്മയുടെ ചെവിയിലൂടെ പ്രവേശിച്ച് ഉദരത്തിലേക്ക് കടന്ന് അത് മാംസം ധരിക്കുന്നു. വചനം ദൈവമാണ്. എങ്കിൽ മാംസം എന്താണ്? ഈ സൃഷ്ടപ്രപഞ്ചത്തെ മുഴുവനും നമുക്ക് മാംസമായിട്ട് കാണുവാൻ സാധിക്കും. ഈ സൃഷ്ടിക്കപ്പെട്ട നമ്മളെല്ലാവരും, മനുഷ്യരെല്ലാവരും മാംസമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സൃഷ്ടാവായ ദൈവം സൃഷ്ടിയുടെ രൂപം ധരിക്കുവാനായിട്ട് തയ്യാറാകുന്ന തിരുനാളാണ് ക്രിസ്മസ്. നാം ജീവിക്കുന്ന ഈ ലോകത്തിൽ മനുഷ്യരായ നമ്മൾ പലതരത്തിലുള്ള വസ്തുക്കൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിൽ വിലയേറിയ വസ്തുക്കളുമുണ്ട്. സ്വർണ്ണാഭരണങ്ങളും വിലയേറിയ കാറുകളും റോബോട്ടുകളും ഒക്കെയുണ്ട്. എങ്കിൽ മനുഷ്യരായ നമ്മൾ ആരെങ്കിലും ഈ സൃഷ്ടിക്കപ്പെട്ട വസ്തുക്കളായ കാറിൻ്റെയോ റോബോട്ടിൻ്റെയോ ഒക്കെ രൂപം ധരിക്കുവാനായിട്ട്, അതായി മാറുവാനായിട്ട് തയ്യാറാകുമോ? ഒരിക്കലും ഇല്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ മനുഷ്യരായി നമ്മെ രക്ഷിക്കുന്നതിന് വേണ്ടി ദൈവം തമ്പുരാൻ തൻ്റെ ഒരു സൃഷ്ടിയുടെ രൂപം ധരിക്കുവാനായിട്ട് തയ്യാറാവുകയാണ്. മനുഷ്യരെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ഏറ്റവും വലിയൊരു എളിമയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. എളിമ എന്ന പുണ്യം, ആ പുണ്യം ഈ ക്രിസ്മസ് നാളിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് സാധിക്കണം. എളിമയെക്കുറിച്ച് സഭാപിതാക്കന്മാർ പറഞ്ഞു വെക്കാറുണ്ട്. പ്രത്യേകിച്ച് വിശുദ്ധ അഗസ്റ്റീനും വിശുദ്ധ ഗ്രിഗറിയും ഒക്കെ പറഞ്ഞു വെക്കുന്നു, എളിമ എന്നത് എല്ലാ നന്മകളുടെയും അമ്മയാണ്. എളിമ എന്നത് മറ്റു നന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടക്കുവാനായിട്ടുള്ള വാതിലാണ്. അതോടൊപ്പം തന്നെ എളിമയുടെ വിപരീതമായ അഹങ്കാരം, അത് എല്ലാ തിന്മകളുടെയും അമ്മയാണ്. എല്ലാ തിന്മകളും നമ്മുടെ ഉള്ളിലേക്ക് കടക്കുവാനായിട്ടുള്ള വാതിലാണ്. ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, ആദ്യ മാതാപിതാക്കന്മാര് അവർ എളിമ വിട്ട് അഹങ്കാരത്തിന്റെ പാതയിലൂടെ നടന്നപ്പോഴാണ് അവരുടെ ജീവിതത്തിൽ പാപം ഉണ്ടാകുന്നത്. ഇന്നും നമ്മുടെ ജീവിതത്തിൽ എളിമയോടെ ജീവിക്കാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായിട്ടും തിന്മകൾ, പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും എടുത്തു മാറ്റുവാൻ നമുക്ക് സാധിക്കും. മാതാപിതാക്കന്മാര് പരസ്പരം എളിമയോടെ ജീവിക്കുവാൻ സാധിച്ചാൽ, ഭാര്യ ഭർത്താക്കന്മാര് പരസ്പരം എളിമയോടെ ജീവിക്കുവാൻ സാധിച്ചാൽ അവിടെ നന്മയുണ്ടാകുന്നത്, പുണ്യങ്ങൾ നിറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികൾ എളിമയോടെ മാതാപിതാക്കന്മാരെ അനുസരിക്കുവാനായിട്ട് തയ്യാറാവുകയാണെങ്കിൽ അവിടെ നന്മകൾ ഉണ്ടാകുന്നത്, പുണ്യങ്ങൾ ഉണ്ടാകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഉൽപ്പത്തി പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ അഹങ്കാരത്തിന്റെ ഭാഗമായിട്ട് അനുസരണക്കേട് ഉണ്ടാകും നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ 5-ാം അധ്യായത്തിൽ അവിടെ ഒരു കൊലപാതകം നമ്മൾ കാണുന്നുണ്ട്. 6-ാം അധ്യായത്തിൽ വ്യഭിചാരം നമ്മൾ കാണുന്നുണ്ട്. ഈ തിന്മകളുടെ എല്ലാം ആദ്യത്തെ വാതിലെന്ന് പറയുന്നത് അവർ എളിമ വിട്ട് അഹങ്കാരത്തിന്റെ പാത തേടി എന്നുള്ളതാണ്. ഈ ക്രിസ്മസ് നാളിൽ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഉള്ളിലുമൊക്കെയുള്ള അഹങ്കാരം വെടിഞ്ഞുകൊണ്ട് എളിമയുടെ പാത തിരഞ്ഞെടുക്കുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. എളിമയുള്ളവർക്കാണ് ദൈവത്തെ കാണുവാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ കാണുന്നുണ്ട്, പുൽക്കൂട്ടിൽ എളിമയുള്ള ആട്ടിടയന്മാരാണ്, അവർക്കാണ് ഈശോയെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ പൂജരാജാക്കന്മാർ അവരുടെ കയ്യിലുള്ളതെല്ലാം
ഈശോയ്ക്ക് കൊടുക്കുവാനായിട്ട് എളിമപ്പെട്ട് വരുന്ന ആ പൂജ രാജാക്കന്മാർക്കാണ് ഈശോയെ കാണുവാനായിട്ട് സാധിക്കുന്നത്. നമുക്കും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ അഹങ്കാരമെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നന്മയുടെ പാതയിലൂടെ എളിയ ജീവിതം നയിക്കുവാനായിട്ട്, എളിമയുടെ ജീവിതം നയിക്കുവാനായിട്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ ആശംസകൾ സ്നേഹപൂർവ്വം നേർന്നുകൊള്ളുന്നു.